9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് അത് തെറ്റല്ല, പീഡിപ്പിക്കപ്പെട്ട ആളെ ഒരു അടി കൊടുത്തതാണ് തെറ്റ് എന്ന് പറയുന്നതിനെതിരെ ക്രിമിനൽ കേസ് എടുപ്പിക്കുകയാണ്. ആരായാലും, ഏത് പിതാക്കന്മാരായാലും ഇതുപോലെ ചെയ്താൽ, ആരെങ്കിലും ഒരു അടി കൊടുത്താൽ അതിന് കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റുമോ? എവിടെ തെറ്റെവിടെയാണ്? ആരാണ് തെറ്റ് ചെയ്തത്? 9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് അത് തെറ്റല്ല, പീഡിപ്പിക്കപ്പെട്ട ആളെ ഒരു അടി കൊടുത്തതാണ് തെറ്റ് എന്ന് പറയുന്ന നാടാണ് കേരളം. അല്ലെങ്കിൽ നിങ്ങൾ 5 ലക്ഷം രൂപ വാങ്ങിച്ച് അത് സെറ്റിൽ ചെയ്തോളണം. അത് കേരളത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. ഇപ്പോൾ അതിജീവിതയ്ക്കൊക്കെ വേണ്ടി വലിയ വായിൽ സംസാരിക്കുന്ന CPM നേതൃത്വവും മുഖ്യമന്ത്രിയും ഈ പോലീസും ഒക്കെ എവിടെയാണ്? ഈ കടവന്ത്ര പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷനാണ്. ഇനി സ്റ്റേഷനിലേക്ക് എന്തിനാണ് വരുന്നത്? ഇതുപോലെയാണ് ഇവിടെ നീതി നടപ്പിലാകുന്നതെങ്കിൽ ആർക്കാണ് നീതി കിട്ടുക? ഒരു 9 വയസ്സുള്ള ഒരു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ട് നീതി കിട്ടിയില്ലെങ്കിൽ പിന്നെ ആർക്കാണ് കിട്ടുക? പ്രതിയെ പിടിച്ചു കൊടുത്തിട്ട് പോലീസ് തന്നെ പറയണത് സെറ്റിൽ ചെയ്തോളാൻ, വന്ന CPM നേതൃത്വവും പറയുന്നത് സെറ്റിൽ ചെയ്യുക, 5 ലക്ഷം രൂപ വാങ്ങിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. അന്ന് പരാതി ഉണ്ടായില്ല. ഈ പയ്യനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പരാതിയില്ല. പയ്യനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷമാണ് പയ്യനെ കൊണ്ട് പരാതി കൊടുപ്പിച്ച് പോലീസ് അന്ന് കേസെടുക്കുന്നത്. എത്ര ക്രൂരമായിട്ടാണ് പോലീസ് പെരുമാറുന്നത്. ഇവർക്ക് മക്കളില്ലേ? 9ഉം 10ഉം വയസ്സുള്ള മക്കളെ കൊണ്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ ഈ ചെറിയ കുട്ടികൾക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ, ഈ പീഡിപ്പിക്കപ്പെടുന്നവർക്ക് സംരക്ഷണയാണെന്നുണ്ടെങ്കിൽ ഈ നാട് എങ്ങോട്ടാണ് പോവുക? ആരോടാ പറയുക? അതും CPM പ്രവർത്തകൻ്റെ മകൾക്ക്. അപ്പോൾ എത്രത്തോളമാണ് സ്വന്തം കൂടെ നിൽക്കുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നാളിതുവരെ CPMന് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന, അവർക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു CPM പ്രവർത്തകൻ ഇതാണ് ഈ ദാരുണമായ അനുഭവമെങ്കിൽ കേരളത്തിലെ മറ്റുള്ള ആളുകളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അപ്പോൾ അത് ഒരിക്കലും നീതീകരിക്കാൻ കഴിയുന്നതല്ല. ഇത്തരത്തിൽ ഈ കള്ള കേസ് എടുത്ത, ഇതുപോലെ ഇത്തരത്തിൽ ഈ കേസ് ദുർബലമാക്കാനും CPMനോടൊപ്പം ചേർന്ന് പണം വാഗ്ദാനം ചെയ്യാൻ ഇതിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരായി നിയമ നടപടി സ്വീകരിക്കട്ടെ, പോലീസ് നിയമ നടപടി സ്വീകരിക്കട്ടെ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ കുറ്റവാളികൾ, ഇവിടെ ഇതിനു മുമ്പ് ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. ആളുകൾ വന്നാൽ മുഖത്തടിക്കുന്ന ആളാണ് അല്ലേ? കടവന്ത്ര സ്റ്റേഷൻ, ജനമൈത്രി സ്റ്റേഷനിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ആരെങ്കിലും പരാതിയായിട്ട് വന്നാൽ അവരെ മുഖത്തടിക്കുക, അവരെ ആക്രമിക്കുക. ഇതാണോ ജനമൈത്രി എന്ന് പറയുന്നത്? 9 വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിക്കപ്പെട്ട് ആ പീഡിപ്പിച്ച ആളെ അതിൻ്റെ തെളിവ് സഹിതം പിതാവ് കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ ആ പിതാവിനോട് പറയാണ് കേസ് എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾ 5 ലക്ഷം രൂപ വാങ്ങിച്ചത് സെറ്റിൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസെടുക്കും. ആ പിതാവിനെതിരെ കേസെടുത്ത്. ഇതാണ് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷനിലൊക്കെ നടക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ നീതി ഉണ്ടാകുക? അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം, ഈ ചെറ്റത്തരം ഒരു കാരണവശാലും ഇവിടെ അംഗീകരിക്കാൻ കഴിയാവുന്ന ഒന്നല്ല. ആ കൊച്ചിനും ആ കുടുംബത്തിനും ആ പിതാവിനൊക്കെ നീതി കിട്ടണം, അതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഞാനും ഉമാ തോമസ് MLA ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ തെമ്മാടിത്തരത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം തുടരും.